Hi guys, good morning. Welcome to a new vlog. Welcome to the most crowded place ever. ഞങ്ങളിപ്പോൾ പ്ലാറ്റിനം മാളിൽ പോവാണ്. ഇവർക്കൊക്കെ ഒന്ന് പ്ലാറ്റിനം മാൾ കാണണം. പ്ലാറ്റിനം മാൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഫാഷൻ ഹോൾസെയിൽ മാളാണ്. ഓൾമോസ്റ്റ് 6 ഫ്ലോർസ് ഓഫ് ഫാഷൻ ജ്വല്ലറി. ഭയങ്കര രസമാണ്. സോ ഈ ശില്പയും നമ്മുടെ നെയ്ബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഇതൊന്നും കണ്ടിട്ടില്ല. ആദ്യമേ പോയി ഫുഡ് അടിച്ചിട്ട് പ്ലാറ്റിനം മാളിൽ കറങ്ങാം. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് തന്നെ ആയിരിക്കും. ഇവർ പട്ടായ പോയി പൊളിച്ചായിരുന്നു. ബാങ്കോക്കിലേക്ക് എല്ലാ ഷോപ്പിങ്ങും മാറ്റി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഏതൊക്കെയോ ഷോർട്ട് കട്ട് വഴി വന്നിട്ട് നേരെ വന്നത് പ്ലാറ്റിനം മാളിന്റെ ഫ്രണ്ടിലേക്കാണ്. തിരക്ക് നോക്ക്, ഫുൾ ക്രൗഡ് ഷോപ്പിംഗ്. ഭയങ്കര ക്രിസ്മസ് കളക്ഷൻ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു ഐക്കോണിക് വ്യൂ ആണ്. പ്ലാറ്റിനം ഫാഷൻ മാൾ, അടിയിൽ ഫുഡ് സ്ട്രീറ്റ്, മാസിവ് ട്രാഫിക്സ്, വലിയ വലിയ ബിൽഡിങ്സ്. ഒരു ബാങ്കോക്കിലെ ഐക്കോണിക് സ്ട്രീറ്റ് വ്യൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം. ബാങ്കോക്കിലെ ഒരു ഐക്കോണിക് വ്യൂ അല്ലേ ഇത്? അനുഷ്ക ശർമ്മ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതെന്ത് പ്രിയ മോഹനും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെ, ചിലപ്പോ എന്റെ ഫോട്ടോ കണ്ടിട്ട് അനുഷ്ക ശർമ്മ കോപ്പി അടിച്ചതാ. ഇവിടുത്തെ ഫുഡ് കോർട്ടിന്റെ റഷ് എവിടെ നോക്കിയാലും റഷ്. ഇറ്റ്സ് അൺബിലീവബിൾ. ഞങ്ങൾ ഇത്രയും ക്രൗഡഡ് ആയിട്ട് ഇതുവരെ ഈ 8-10 വർഷം ബാങ്കോക്ക് വരുന്നത് കണ്ടിട്ടില്ല. എവറി പ്ലേസ് ഇസ് ക്രൗഡഡ് ആൻഡ് പാക്ഡ്. ഫുഡ് ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് വെറൈറ്റി ട്രൈ ചെയ്തു. ഇവരുടെ തായ് ബിരിയാണി, നമ്മുടെ ഒരു മന്തിയുടെ ഒക്കെ ഒരു വേരിയേഷൻ, കുറച്ചും കൂടെ സ്പൈസി ആയിട്ട്. പക്ഷെ KFC ട്രൈ ചെയ്യാതെ പോകാൻ പറ്റില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം തായ്ലൻഡിലെ KFC. ഭയങ്കര ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്, അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അതും ഈ റൈസും എല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. എന്നിട്ട് 1-1.5 ഷോപ്പിങ്ങിലേക്ക് പോകുമായിരിക്കും. പ്രിയ ഡയറ്റിങ്ങുമാണ്, ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ട്. ഇവിടെ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, കോക്കനട്ട് ഐസ്ക്രീം ഉണ്ട്, അത് കഴിച്ചോണ്ടിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ OHF ബാഗ്? കൊറേ ചെലവായി. ഇത് ഇട്ടേ പിന്നെ പൈസ ചെലവോടെ ചെലവാ. പക്ഷെ പൈസ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഷോപ്പിങ്ങിനല്ലേ കൊള്ളാല്ലേ? അല്ല, ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണോ? നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങുന്നത്. ഞങ്ങൾ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളൊരു 10 എണ്ണം നാട്ടിലേക്ക് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഓരോ ഹാപ്പി സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഒരു ആഴ്ച ഇത് ഉപയോഗിച്ച് നോക്കട്ടെ ഒന്ന്, അല്ലേ? ഇനി നമുക്ക് നേരെ ഇവരെയും കൊണ്ട് കമ്മൽ ഷോപ്പിംഗ് ഇറങ്ങാം. ബാങ്കോക്ക് ഫാഷന്റെ ടോപ്പ് ആയല്ലേ? ഈ ഫ്ലോർ ആണ് കംപ്ലീറ്റ് കമ്മല്, നെക്ലസ്, മറ്റേ ഹെയർ ബാൻഡ്സ്. സുധരേട്ടാ റെഡി ആയിക്കോ. പേഴ്സ് പോകുന്നില്ല, ക്ഷമയ്ക്ക്. പേഴ്സ് പോയാലും കുഴപ്പമില്ല, പൈസ പോയാലും കുഴപ്പമില്ല, ക്ഷമയാണ് വേണ്ടത്. ക്ഷമ പോവാൻ പാടില്ല. ക്ഷമ പോയാൽ ജീവിതം പോവും. ചെയ്തറിയോ, ഞാൻ എന്റെ മമ്മീനെ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് എന്ത് വേണമെങ്കിലും ഷോപ്പ് ചെയ്തോ, ഞാൻ പേ ചെയ്തോളാന്ന് പറഞ്ഞേ. ഞാൻ ശരി ഞാനും മമ്മി ഹോസ്പിറ്റൽ ഷോപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ 6 പീസ് എടുത്ത് 100 എങ്ങനെ പോയാലും 1000 രൂപയുടെ കൂടുതൽ ചെലവാവില്ല. അതുകൊണ്ട് ഈ ഫ്ലോറിൽ എന്തെടുത്താലും ഞാൻ സ്പോൺസറിന്. ശില്പ, ഞാൻ സ്പോൺസർ ചെയ്യാം. ശില്പ എന്ത് വേണമെങ്കിലും എടുത്തോ. ഒരു 50 കമ്മലെടുത്തോ, എന്റെ വക. ധൈര്യത്തോടെ എടുത്തോ. ഫുൾ എത്ര കമ്മലെടുത്താലും ഞാൻ സ്പോൺസർ. കമ്മല് പ്രിയക്ക് പിന്നെ വേണ്ട, കൊറേ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് 100 ഷൂ ഒന്നും ഇല്ലല്ലോ. എന്താ പ്രിയക്ക് 100 കമ്മലുണ്ടല്ലോ? അല്ല, ഹൗ മെനി ജൂട്ടീസ് ആൻഡ് ചപ്പൽസ് യു ഹാവ്? എന്നെ കാട്ടി ഷൂസ് യു ഹാവ്? ഇവിടെ ഐ ഡോണ്ട് ഹാവ്. എന്നെ കാട്ടി കൂടുതൽ പ്രിയക്കാ ഷൂസ്. പക്ഷെ ഞാൻ ഉപയോഗിക്കും, പ്രിയ ഉപയോഗിക്കില്ല. അതാണ് വ്യത്യാസം. 100 തെങ്ങിനിട്ട് ഞാൻ അപ്പം ആലോചിക്കാം. ഇപ്പൊ എനിക്ക് 30 തന്നെ ആയിട്ടുള്ളൂ. ഷൂ കളക്ഷൻ ഒരു നല്ല സ്വഭാവം പ്രിയ. ആ നീരജ് മാധവനെ കണ്ടുപഠിക്ക്. നീരജ് മാധവന്റെ ക്രിസ്മസ് ട്രീ ഇല്ലേ, ഡെക്കറേഷൻ ഷൂ. ഭയങ്കര ട്രെൻഡിങ്. അത് ഭയങ്കര സ്നീക്കർ പ്രാന്ത. ഷൂ ഡെക്കറേഷൻസ് പകരം അടിയിലെ ഡെക്കറേഷൻ ബോക്സ്, ആ ഷൂവിന്റെ ബോക്സ്. നീരജ് മാധവ് ഒരു BMW എടുക്കാൻ പോയി. യെല്ലോ കളർ, ഭയങ്കര റയർ കളർ. ആ കളർ ഷൂസ് തപ്പിപ്പിടിച്ച് ആ ഷൂസ് ഇട്ടുകൊണ്ടാണ് ആ കാർ എടുക്കാൻ പോയത്. പുള്ളിയുടെ അത്ര ഒന്നും വരില്ല. പുള്ളി എന്റെ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇതൊക്കെ ഉണ്ടല്ലോ ജിംകി പോലത്തെ.
തായ്ലൻഡിലും ജുംകിയൊക്കെ ഉണ്ടോ? തായ്ലൻഡിലെ ഇവരെക്കാളും കൂടുതൽ ഇന്ത്യൻസാ, അറിയോ? അതുകൊണ്ടായിരിക്കും അവര് ജുംകിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നത്. പക്ഷെ അതാ ഇന്ത്യൻസ് ആരും വാങ്ങൂല. ഇല്ല, ഇവിടുത്തെ ആൾക്കാർ വാങ്ങും. എത്രയാ റേറ്റ്? ജസ്റ്റ് നോക്കി ഇന്ത്യൻ സാധനത്തെ പോലെ വില ഒന്നും അറിയാലോ. 80 200 രൂപ കൂടുതലാണോ? ഇതിന് 200? നാട്ടില് എനിക്ക് തോന്നുന്നു ഇതിനൊരു 50 രൂപയ്ക്ക് കിട്ടില്ലേ? 100 രൂപയ്ക്ക് കിട്ടില്ല. ഇത് 200. ഇവിടെ 200. അത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ടാ. ഇവിടെ കണ്ട ശില്പയൊന്നും കണ്ടിട്ടില്ല ഈ ഒരു ഏരിയ. ഇവിടെ എല്ലാവരും 20 ബാത്തിൽ കുറെ സംഭവം, ബ്രേസ്ലെറ്റ്സ്, കമ്മൽ, എല്ലാം ഒരു റേറ്റേ ഉള്ളൂ. ചിലതിനൊക്കെ 100 ബാത്ത്, നമ്മ ഒരു 250 റുപ്പീസ്. എന്നാലും ഫണ്ണല്ല, എന്തോ ഒരു സാധനം. പ്രിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ നെക്ലസ് എന്തെങ്കിലും എടുക്കും. ഞാൻ പ്രിയനെ വിളിച്ചോണ്ട് വരാം. കുറെ നെക്ലസസുകളുണ്ട്, കണ്ട നോക്ക്. ഇതേ വേറൊരാള്, എൻ്റെ ഇടയ്ക്ക് ഇത് വേറൊരാള് പൈസ കളയാനായിട്ട്. എന്താ എക്സസൈസ് ചെയ്യണോ ഏതോ? അത് പക്ഷെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പയ്യെ അടിക്കണം. പ്രിയ, ഓഹോ, ബാസ്കറ്റ് എടുത്ത് ഇറങ്ങിയിരിക്കുവല്ലേ? അവിടെ കൊറേ നെക്ലസ് ഞാൻ കണ്ടു, ഭയങ്കര മറ്റേ ഗോവ പോലത്തെ ടൈപ്പ് കളക്ഷൻസ്. ആ, അങ്ങോട്ട് പോവാം, എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ. ഒരു ഗോവനിൽ കണ്ട സംഭവങ്ങളൊക്കെ കണ്ടില്ലേ അറിയാ? നോക്ക്, ഇതൊക്കെ ഇങ്ങനത്തെ നമ്മള് കണ്ടിട്ടില്ലേ? എന്തോരം വിയർഡ് ടൈപ്പ്. ഇത് നോക്ക്, ഇത് ആസിഡിന്റെ ബോട്ടിൽ പോലൊക്കെ ഇരിക്കുന്നത്. മമ്മിയുടെ മറ്റേ ഡ്രസ്സിന്റെ ടൈപ്പുള്ള നെക്ലസ്, ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇപ്പൊ നമ്മള് വാങ്ങിയില്ലേ? കളർഫുൾ ഡ്രസ്സിനോടുള്ള നെക്ലസ്, അതല്ലേ ഇപ്പൊ കാണിച്ച ടൈപ്പ്. ഏകദേശം പാറ്റേൺ വേറെയാന്നേ ഉള്ളൂ. അത് കൊള്ളാം, ഭയങ്കര വിലയായിരിക്കും. പക്ഷേ ഈ ബാംഗ്ലൂരിൽ നമ്മൾ അന്ന് പോയൊരു സ്ട്രീറ്റിൽ ഫുൾ കളക്ഷൻ ആയിരുന്നു. അല്ല, ഇവിടെ ഇങ്ങനത്തെ കുറെ ഷോപ്സ് ഉണ്ടല്ലോ, ഇത് ഒരു ഷോപ്പല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ സ്റ്റോണിന്റെ ഹെയർ ബാൻഡ് ഒക്കെ വെക്കാം. എന്താ കാര്യം? ഓ, മുടി അങ്ങനെ ആയതുകൊണ്ടാ. അതെടുക്ക്, ഇതെടുക്ക്, അത്രേ ഉള്ളു. കണ്ടോ? അമ്പോ, ആ നോക്കട്ടെ. അടിപൊളിയാ, ഭയങ്കര ഷൈനിങ്ങാ. ആ, എടുക്കുക, ധൈര്യത്തോടെ എടുത്താ. സ്റ്റോറിലേക്ക് ഇട്ടോണ്ട് പോലോ. ക്രൗൺ പോലെ ഉണ്ട്. എനിക്കറിയില്ല. ക്രൗൺ പോലെ ഇല്ലേ? കമന്റ് ചെയ്യുന്നവരെ കമന്റ് ചെയ്യും, കാരണം അറിയാത്ത കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയാറില്ല. അതാ എടുത്താ നമുക്ക് ഇടാം. അല്ലെങ്കിൽ ഇതേ ബൾബ് എടുക്ക്. അതുള്ള നോക്ക്, ബൾബ്, പച്ച ബൾബ്, നീല ബൾബ്, ചുമന്ന ബൾബ്. വെറൈറ്റിയാ പറയാ. ഈ ഹെയർ ബാൻഡ് വെച്ച് ബൾബും ചെവിയിലിട്ട് നടക്ക്. വട്ടോ എടുക്കാൻ വന്നാണ്. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയിട്ട് എത്ര എണ്ണം ഉള്ള ഡൗട്ടായി. അയ്യോ, ഇതോ കേപ്പിന്റെ തലയില്. എന്റെ അമ്മോ, എന്റെ ബാക്കിലുള്ള നോക്ക്. ഒരു രസമാണ് കേട്ടോ ശരിക്കും ഇവിടെ വരുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പീരിയൻസ്. ഓ, ഐലൻഡ് വിസിറ്റും ഓരോ ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യുന്ന പോലെ പ്ലാറ്റിനം മോളിൽ വന്ന് ഓരോ കാഴ്ചകൾ കാണുന്ന ഒരു സംഭവമാണ്. ഞാൻ ഓടി ഓടി നടക്കുക. ഒരു സൈഡില് ശില്പയും ഗാങ്ങും, ഒരു സൈഡില് വേദവും സുധീറായിട്ടും, ഒരു സൈഡില് പ്രിയെ, നടുക്ക് ഞാനും. പ്രിയ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോ ഗൈസ്. അവിടെ നോക്കിക്കോ, എവിടെയോ എന്തൊക്കെ ടൈപ്പ് ഹെയർ ബാൻഡ് വെച്ചിരിക്കുന്നേ നോക്ക്. നോക്ക്, ഇൻട്രസ്റ്റ് നോക്ക്. ഇതാരാ നോക്ക്. ഇന്ന് വന്നേ ഉള്ളൂ. ഇല്ല, ഇത് പക്ഷെ മീറ്റ് ചെയ്ത കോയിൻസിഡൻസാ. എന്തേ എടുത്താ ഇപ്പൊ വല്ലോ? എന്തൊക്കെ എടുത്ത? കാണിച്ചേ. പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയും പാർട്ടിക്ക് പോകുന്ന ആൾക്കാരാണല്ലോ. ആ, പിന്നെ നോക്കട്ടെ. ഓക്കെ,
കഴിഞ്ഞാ കഴിഞ്ഞല്ലോ. വേറെ ഷോപ്പിൽ പോയി നോക്കാം. എല്ലാ ഷോപ്പിൽ നിന്നും കുറച്ച് ഇത് കാണാൻ എന്താണെന്നറിയോ, നമ്മുടെ ഈ മാർവലിലൊക്കെ പോലെ ഡീസിലും വണ്ടർ വുമൺ ഉണ്ട്. വണ്ടർ വുമണിന്റെ പവർ കൊടുക്കുന്ന സാധനം ഇതാ, അതുപോലത്തെ സംഭവം. ഇത് പണ്ട് നമ്മുടെ മഹാഭാരതത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇപ്പൊ ഇടാൻ നിക്കുന്നത്? അർജുനും കൃഷ്ണനും ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതുമാതിരി പണ്ട്. ഇപ്പൊ എന്തിനാ അത് ഇട്ടിരിക്കുന്നത്? ഇത് വണ്ടർ വുമണിന്റെ കോസ്റ്റ്യൂമിന്റെ ഭാഗം എന്റെ പ്രിയ. അത് വണ്ടർ വുമൺ കോപ്പി അടിച്ചതാ മഹാഭാരതം കണ്ടിട്ട്. അതായിരിക്കും ചിലപ്പോ, പക്ഷെ ഇത് അതിന്റെ കോസ്റ്റ്യൂമാണ്, അല്ലാതെ എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ വള. അതുപോലെ ഡാൻസിന് ഉപയോഗിച്ചായിരിക്കും, ഓർമ്മ കാണാത്ത. ഇതിട്ടോണ്ട് നടക്കും എന്നിട്ട്. എടുക്ക്. ദില്ല് വണ്ടർ വുമന്റെ കയ്യില് കണ്ടിട്ടുള്ളൂ. ഞാൻ വണ്ടർ വുമന്റെ കയ്യില് കണ്ടിട്ടുള്ളൂ. സീരിയല് കണ്ടാ കാണാൻ പറ്റും. സീരിയൽ പിന്നെ പറയണ്ടല്ല, ഓവർ ദ ടോപ്പ് ആണല്ലോ എല്ലാം. സീരിയല് കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ ഈ വള ഇട്ടിട്ടുണ്ട്. എന്നാ വളയെ കുറിച്ച് കമന്റ് ചെയ്യുക ഗൈസ്. ഉണ്ടല്ലോ പ്രിയ, ഇനിയുണ്ടല്ലോ. ഇനി നമുക്ക് ഇതുപോലത്തെ ബൊട്ടീക്ക് വേണം, അതുപോലത്തെ ബൊട്ടീക്ക് തുടങ്ങണം എന്ന് പറയില്ലല്ലോ. ആദ്യമായിട്ടൊരു ബൊട്ടീക്ക് അവള് തുടങ്ങിയിട്ട് വരുക അല്ലേ? ഇനി ഇവരെ കണ്ടിട്ട് പറയണം, ഓ ഇതുപോലെ ഒരെണ്ണം നമുക്ക് ബാങ്കോക്ക് തുടങ്ങണം എന്ന്. നമുക്ക് ആ ലെവൽ ആക്കി എടുക്കണം. ഇവിടെ തുടങ്ങുന്നത് എന്തിനാ? നമുക്ക് ദുബായിലൊക്കെ പയ്യെ തുടങ്ങണ്ടേ? ഇനി എന്റെ അടുത്ത ഉന്നം എവിടെയാന്നറിയോ? അത് പറയണ്ട, സസ്പെൻസ് ആയിരിക്കട്ടെ. എന്റെ ഒക്കെ എടുത്തൂടെ ബാങ്കോക്ക് ഫാഷന്? ആരെങ്കിലും ആരും ഇടില്ല. അയ്യോ, അതെനിക്ക് ഈ മിസ് വേൾഡിലൊക്കെ ഇടുന്ന പോലത്തെ പോലെ ഉണ്ട് ഗൗൺസ് അല്ലേ? തോന്നില്ല? നല്ല രസമുണ്ട് അല്ലേ? പോകുമ്പോ ഫ്രീ ഇടും. ബാങ്കോക്ക് ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇട്ടോണ്ടു. അത് പ്രാണയുടെ സാരി ഇട്ടാ മതി. ഗൗൺ റൗണ്ടിന് ഗൗൺ വേണം. സൂപ്പർ ആയിട്ടുണ്ടല്ലേ? എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. സൂപ്പറാ. ഇങ്ങനത്തെ ഒരു മാനിക്കും വേണം, ഗോൾഡൻ. അത് തപ്പി നടക്കാം. ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. ശരിക്കും കമ്പയർഡ് ടു അതർ പ്ലേസസ് പ്ലാറ്റിനം മാൾ കുറച്ച് എക്സ്പെൻസീവ് അല്ലേ? പക്ഷെ ക്വാളിറ്റി നല്ലതാ. ആൻഡ് ഒൺലി തിങ് എനിക്കൊന്ന് കൺവീനിയൻസിനും ഈ ഒരു ലൊക്കേഷനൊക്കെ ആയിരിക്കും ആ റേറ്റ് കൂടുതൽ. AC ആണ്, പിന്നെ എല്ലാം ഒരു റൂഫിന്റെ അടിയിൽ തന്നെ കിട്ടും. മെയിൻ ആക്സബിൾ ലൊക്കേഷനാ. ഭയങ്കര അല്ല, എന്നാലും എനിക്കൊന്നും എല്ലാം ഒരു 100-200 ബാത്ത് കൂടുതലാ. അതുകൊണ്ടായിരിക്കും ഈ റേറ്റ് കുറച്ച് റേറ്റ് കൂടുതലാ. നമ്മളെ ഇങ്ങനത്തെ യുണീക്ക് സാധനങ്ങൾ കാണും, അതെങ്ങനെയെങ്കിലും നാട്ടിൽ കൊണ്ടുവരാൻ നോക്കും. ഇത് നോക്കി മാനിക്വിൻ, അത് പക്ഷെ കിട്ടില്ല എവിടെ. അതൊരു പപ്പറ്റ് പോലത്തെയാ. ക്ലിപ്പൊക്കെ വെച്ച് തലയൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്കൊരു ഹൊറർ ഫിലിം പോലെ തോന്നുന്നത് ഇല്ലേ? ഹിന്ദി പാട്ടാണ് തായ്ലൻഡ്. അതേ പറയാം, കംപ്ലീറ്റ് ഒരു ഇന്ത്യ വൈബായി മാറി ഇത് മൊത്തം അല്ലേ? മാനിക്വിൻസും കൊള്ളാം. ഇവിടുത്തെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളെ തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ വരെ വന്നു. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഗ്രൗണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇതെല്ലാം കൂടുതൽ ലേഡീസ് വെയറും സംഭവങ്ങളൊക്കെയാണ്. 5th ഫ്ലോറിൽ കുറച്ച് മെൻസ് വെയറും ലേഡീസ് വെയറും മിക്സ്, പിന്നെ മറ്റേ ആക്സസറീസും അങ്ങനത്തെ ഒക്കെ കാണും. മൊത്തം ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. പക്ഷെ പറഞ്ഞില്ലേ, ഭയങ്കര ക്രൗഡഡ്. അധികം നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല, തിരക്ക് കാരണമേ. പ്രിയ എവിടെയോ പോയി. എല്ലാവരും അവരവരുടെ വഴി പോയിരിക്കുക. ഞാനും വേദു മാത്രം ഉണ്ട് അല്ല വേദു? ദേ നിൽക്കുന്നു. എന്തോ കണ്ടിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇതൊന്നും നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ്റെ ആയിരിക്കില്ല, പ്രിയ മാത്രം പർച്ചേസ് ചെയ്യായിരിക്കും. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് അനുഷ്ക ശർമ്മ, വിരാട് കോഹ്ലി ഈ അടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോ സെഞ്ചുറി എന്തോ അടിച്ചു. അതൊക്കെ നോക്കിയല്ലേ? അതല്ലേ പ്രിയ എടുത്ത ഡ്രസ്? ഇതിപ്പോ ലോങ് ഡ്രസ്സാ. ഇതിന്റെ ഞാൻ മറ്റേ കോട്ട് സെറ്റ് എടുത്തത്. എല്ലാരും വീണ്ടും അവരവരുടെ വഴിക്ക് പോയി. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗം എത്തിയിരിക്കുവാണ്. ഈ പ്ലാറ്റിനം മാളിൽ അകത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ഡ്രസ്സുകൾക്ക് പണ്ടത്തെ കാട്ടി റേറ്റ് കൂടുതൽ തോന്നെങ്കിൽ, പക്ഷെ വെളിയിൽ ഫുഡിന് പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ വെദർ ഈ ഡിസംബറിൽ. ബെസ്റ്റ് ഡിസേർട്ട് ഇൻ ബാങ്കോക്ക്, ആഫ്റ്റേഴ്സ് യു ഡിസേർട്ട് കഫേ. അവിടെ എപ്പോഴെങ്കിലും ഒന്ന് പോകണം. വാവ്, നമുക്ക് എന്തോ ചോക്ലേറ്റിന്റെ സംഭവം. ഷോ എന്താ വാങ്ങിയേ?
സൂട്ട്. ഓ ഒരു 50ാമത്തെ ശ്വാസം. ഓ മൈ ഗോഡ്. ഇനിയിപ്പോ റൂമിൽ പോണം അല്ലേ ഇതിടാൻ? അതാ ഇനിയിപ്പോ റൂമിൽ പോവാന്ന് പറയും. അവരെല്ലാരും ടയേർഡായിന്ന്. അപ്പൊ നമ്മളത് ആലോചിച്ച് നോക്ക്, നമ്മളെ സമ്മതിക്കണം അല്ലേ ശരിക്കും? അവര് യൂസ്ഡ് അല്ലല്ലോ. ശരിക്കും ടയേർഡ് ആവും അങ്ങനെ. ആരായാലും ടയേർഡ് ആവും. അതെ, നമ്മള് ആ ഇൻട്രസ്റ്റില് നടന്നു പോന്നാ നമ്മള്. പിന്നെ പോസ്റ്റ് ആയാ? സംഗതി റെഡി ആയാ? റെഡിയായി. ടയേർഡായാ? ഇതൊന്ന് കിടന്ന് ഇറങ്ങിയാ മതിയാ? ഇനിയാണ് സംഭവം തുടങ്ങുന്നത്. ഇനിയാണ് നമ്മള് കറങ്ങാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് പ്ലാറ്റിനം ഫാഷൻ മോളിന്റെ ഒരു ചെറിയൊരു വ്ളോഗ് ആയിരുന്നു. ആക്ച്വലി പ്ലാറ്റിനം ഫാഷൻ മോളിൽ വരയ്ക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അതിന് മുമ്പ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു പ്രോപ്പർ ഒരു മണിക്കൂറിന്റെ വ്ളോഗ് ശരിക്കും എൻ്റെ അടുത്ത് ചെയ്യണം. എന്നാലും എന്താണ് ആ പ്ലാറ്റിനം ഫാഷൻ മോളിന്റെ ആ സ്കെയില് മനസ്സിലാവുള്ളൂ. അത് പോട്ടെ, എപ്പോഴെങ്കിലും ചെയ്യാം. പക്ഷേ ശില്പി ഫാബ്രിക് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം നമ്മൾ അങ്ങോട്ട് ഒരു യാത്രയായിരുന്നു. ആൻഡ് റിയലി എൻജോയ്ഡ്. ഭയങ്കര തിരക്കാണെങ്കിൽ പോലും ഇറ്റ് വാസ് ഫൺ. എന്തായാലും മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ ആണ്. 8 മണി വരെ രാത്രിയുള്ളൂ. ആൻഡ് നിങ്ങൾ അധികം ലേറ്റ് ആവാതെ പോകാൻ നോക്കുക. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഒരുപാട് ടൈം അവിടെ എക്സ്ട്രാ എടുക്കും. അതുമാത്രമല്ല, ഞാൻ അവിടെ കണ്ടിരിക്കുന്നത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് ഈ ബാർഗെയിൻ ഒരുപാട് ചെയ്തിട്ട്, നമ്മുടെ ഇന്ത്യൻസ് എസ്പെഷ്യലി അത് ഭയങ്കരമായിട്ട്. പിന്നെ അവർ അത്രയും റേറ്റ് കുറച്ച് കൊടുക്കാറില്ല പ്ലാറ്റിനം ഫാഷൻ മോളിൽ. അല്ലെങ്കിൽ നിങ്ങൾ 3 പീസായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയ റേറ്റ് കുറയും. സോ നിങ്ങൾ അധികം ബാർഗെയിൻ ചെയ്യണം, പക്ഷെ ഒരുപാട് ബാർഗെയിൻ ചെയ്യുക. ഇത് വെറുതെ നിങ്ങളുടെ മൂഡും നശിപ്പിക്കാതിരിക്കുക, അനോയ്ഡ് ആവാതിരിക്കുക. ജസ്റ്റ് ഗോ ദർ ടു വാക്ക് ആൻഡ് ഹാവ് ഫൺ ആൻഡ് ഷോപ്പ്. ഒരു ഫൺ ഡേ ആയിട്ട് തന്നെ കരുതുക, ഒരു ഫുൾ ഡേ മാറ്റി വെക്കുക. ആൻഡ് ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഞങ്ങളുടെ ഒരു ഹാപ്പി മൂമെന്റ്സ് ഷെയർ ചെയ്തായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി നിങ്ങളും കുറച്ച് എൻജോയ് ചെയ്ത് കാണും, ചിരിച്ചു കാണും വിചാരിക്കുന്നു. എന്തായാലും നാളെ വേറൊരു നല്ല വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.